സംസ്ഥാനത്തെ കോൺഗ്രസിൽ വീണ്ടും ശബ്ദ സംപ്രേഷണത്തെ തുടർന്നുള്ള രാജി വരുന്നു. കൈവിട്ട വാക്ക് അത് രാജിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ DCC നേതാക്കളുടെ രാജിയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി KC വിജയൻ ശബ്ദ വിവാദത്തിൽ രാജിവെച്ചിരിക്കുന്നു. രാജി സ്വീകരിച്ചതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെ വിമർശിച്ചുള്ള ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്നാണ് KC വിജയന്റെ രാജി. വിജിൽ മോഹനൻ തന്നെ അപമാനിച്ചുവെന്ന് KC വിജയൻ രാജിക്കത്തിൽ പറഞ്ഞു. ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ KC വിജയനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KPCC അധ്യക്ഷന് പരാതി നൽകിയിരുന്ന കാര്യം ഓർമ്മിക്കുക. പരാതിയിൽ KPCC റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു. വയനാട് പുനരധിവാസത്തിലും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലും നേതൃത്വം തട്ടിപ്പ് നടത്തിയെന്ന് KC വിജയൻ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു KC വിജയന്റെ ഈ വിമർശനം. ഉണ്ടോ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് കള്ള ഐഡന്റിറ്റിക്കാരൻ ഉണ്ടാക്കിയിട്ടാ മേലെ ഇരിക്കുന്ന അവനും വിജിൽ മോഹനും ഒക്കെ ആയത്. അത്ര അന്തസ്സൊന്നും ചമയണ്ട. ഇവിടെ തട്ടിപ്പ് കാണിച്ചെന്ത് ചെയ്യാൻ കഴിയും? ആ തട്ടിപ്പാണ് നീയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. അന്തസ് വേണോടാ സംസാരിക്കുമ്പോൾ. തോന്നിയാസം പറയരുത്. ഇതൊക്കെ മനസ്സിലടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാ ഞങ്ങള്. ഈ പ്രസ്ഥാനത്തിന്റെ മര്യാദ പാലിച്ചു പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടാ. പക്ഷെ നീ അതിരുവിടുന്നതുകൊണ്ടാ വിജിൽ മോഹന ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇവിടെ കള്ളവോട്ട് വാങ്ങി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞ് നടന്നിട്ടേ എന്റെ മേലിലുള്ള നേതാവ് അങ്ങനെ തന്നെ എനിക്കറിയാം. ഞാൻ തുറന്ന് പറയേണ്ടി വരുന്നത് വഴിവിട്ട് സംസാരിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. വയനാട് പുനരധിവാസത്തിൽ അതിൻ്റെ ഓർമ്മകളിൽ കേരളം കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിലാണ് വയനാട് പുനരധിവാസത്തിൽ നേതൃത്വം തട്ടിപ്പ് നടത്തിയെന്ന് KC വിജയൻ പറയുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KC വിജയൻ രാജിവെച്ചിരിക്കുന്നു. രാജി സ്വീകരിച്ചതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെ വിമർശിച്ചുള്ള ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്നാണ് KC വിജയന്റെ രാജി. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജിവെച്ചതിൻ്റെ തൊട്ടുപിറകെ DCC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കണ്ണൂരിൽ നിന്ന് KC വിജയന്റെ രാജിയും ഒരു ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് വന്നിരിക്കുന്നു. നേതാക്കൾ ജാഗ്രത പുലർത്തണമെന്നും ഫോൺ സംഭാഷണം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ജാഗ്രത പുലർത്തണമെന്നുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനിടയിലാണ് വാവിട്ട വാക്കുകൾ ഇപ്പോൾ DCC സാരഥ്യത്തിൻ്റെ പദവിയിൽ നിന്ന് KC വിജയനെ ഇല്ലാതാക്കിയിരിക്കുന്നത്. വിജിൽ മോഹൻ തന്നെ അപമാനിച്ചുവെന്ന് തൻ്റെ രാജിക്കത്തിൽ KC വിജയൻ പറയുന്നുണ്ട്. ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ KC വിജയനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KPCC അധ്യക്ഷന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ KPCC റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു. വയനാട് പുനരധിവാസത്തിലും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലും നേതൃത്വം തട്ടിപ്പ് നടത്തിയെന്ന് KC വിജയൻ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു KC വിജയന്റെ ഈ ശബ്ദരേഖ പുറത്തു വന്നത്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KC വിജയൻ രാജിവെച്ചിരിക്കുന്നു.